പൂവമ്പഴം കൊണ്ട് കഴുത്തറുക്കുക എന്ന് പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കത്തി കൊണ്ട് കഴുത്തറുത്താൽ എല്ലാവർക്കും മനസ്സിലാവും, ആൾ മരണപ്പെടും, രക്തം വരും. പക്ഷെ പൂവമ്പഴം വെച്ചിട്ട് കഴുത്തറക്കുന്നൊരു ഏർപ്പാടുണ്ട്. ഇത് പഴയ പ്രയോഗ പണ്ടത്തെ ആൾക്കാരുടെ. ആ പണിയായിരുന്നു എനിക്കിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. PV അൻവർ 2000 കോടിയുടെ വികസനമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. PV അൻവർ ജനവഞ്ചകനാണ്, ഇതാണല്ലോ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ച. അപ്പോൾ PV അൻവർ എന്തുകൊണ്ട് ഈ പറയുന്ന രാജിവെച്ചു എന്നുള്ളത് നമ്മൾ വിസ്തരിക്കപ്പെട്ടാണ്. ഇനി നിലമ്പൂരിൻ്റെ വികസനമാണ്. നിലമ്പൂരിൽ 2016 ഞാൻ MLA ആണ്. 2017-18 കിഫ്ബി വരുന്നത്. വലിയ സഹായം എനിക്ക് ഗവൺമെൻറ്റിൽ നിന്നും പാർട്ടിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, ഒരു തർക്കമില്ല. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്താനും സാധിച്ചിട്ടുണ്ട്. പക്ഷേ 2021-26 ആണല്ലോ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാണല്ലോ 5 മാസം മുമ്പ് ഞാൻ രാജിവെച്ചത്. ഈ 21 ശേഷമുള്ള 3.5 കൊല്ലം നിലമ്പൂരിലെ സകലമാന വികസനങ്ങളും തടസ്സപ്പെടുകയാണ്. എങ്ങനെയാണ് തടസ്സപ്പെടുന്നത്? ആരെങ്കിലും ഒന്ന് തടസ്സപ്പെടുത്തണമല്ലോ. ആ തടസ്സപ്പെടുന്നതും എനിക്ക് ഒരു 2 കൊല്ലം കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതിനൊരു കാരണമുണ്ട്. ശ്രീ മുഹമ്മദ് റിയാസിൻ്റെ ആവിർഭാവത്തിന് ശേഷം അദ്ദേഹം കേരളത്തിലെ മന്ത്രിസഭയിലേക്ക് കടന്നു വരുന്നതിന് ശേഷമാണ് നിലമ്പൂരിലെ ഏതൊക്കെ വികസനം തടസ്സപ്പെട്ടിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ നിങ്ങളെ ഷോർട്ടായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ തടസ്സം ഈ പറയുന്ന മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് പിന്നെ ഞാൻ തിരിച്ചറിയാം. വ്യക്തിപരമായി പോയിട്ട് ഞാൻ പല കാര്യങ്ങൾ അദ്ദേഹത്തോട് അന്നത്തെ ബന്ധം വെച്ച് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പൂവമ്പഴം കൊണ്ട് കഴുത്തറുക്കുക എന്ന് പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കത്തി കൊണ്ട് കഴുത്തറുത്താൽ എല്ലാവർക്കും മനസ്സിലാവും, ആൾ മരണപ്പെടും, രക്തം വരും. പക്ഷെ പൂവമ്പഴം വെച്ചിട്ട് കഴുത്തറക്കുന്നൊരു ഏർപ്പാടുണ്ട്. ഇത് പഴയ പ്രയോഗ പണ്ടത്തെ ആൾക്കാരുടെ. ആ പണിയായിരുന്നു എനിക്കിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എന്തിനു പടച്ചനെ ഈ ചങ്ങാതി ഇങ്ങനെ പ്രയാസത്തിലാക്കുന്നത്? എനിക്കതിന് ഉത്തരം കിട്ടിയില്ല. ഞങ്ങൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം പ്രത്യക്ഷത്തിലില്ല. പിന്നീട് ഞാൻ ചില ചർച്ചകൾ ചില ആളുകളുമായി നടത്തിയപ്പോഴാണ് പറഞ്ഞതെന്താ, ഞാനന്ന് കടന്നൽ രാജ്യമാണ്. CPM-ൽ യുവാക്കളുടെ ഇടയിൽ, വിദ്യാർത്ഥികളുടെ ഇടയിൽ, സൈബർ സഖാക്കളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള എന്താ പറയുക പിന്തുണ എനിക്ക് കേരളത്തിലൊട്ടാകുണ്ട്. നിങ്ങൾക്ക് അറിയുന്നതാണ്. എവിടെ പോയാലും സഖാക്കൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ്. അപ്പം മലബാറിൽ നിന്ന് വരാനുള്ള ഭാവിയിൽ അവൻ്റെ കണക്കൂട്ടലാണ്, എൻ്റെ കണക്കൂട്ടലല്ല. അദ്ദേഹത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഒരു തടസ്സമായിട്ട്, ഒരു കണ്ണിലെ കരടായിട്ട്, ഒരു കാലിൽ തടയുന്ന ഒരു സാധനമായിട്ട് PV അൻവർ വളർന്ന് വലുതാകാനുള്ള സാധ്യത കാണുകയാണ്. അപ്പോൾ അൻവറിനെ വെട്ടണം, അൻവറിനെ തടുക്കണം. പാക വെട്ടി നിരത്തിയല്ലോ. ഇപ്പം മരുമാനും വേണ്ടിയിട്ട് എന്തൊക്കെ നടന്നു? കണ്ണൂരിലെ എല്ലാ ജയരാജന്മാരെയും മുക്കിലാക്കിയില്ലേ? ഇപ്പോൾ ഒരു സെക്രട്ടറി അവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാലോ എവിടുന്നാണ് വന്നത്. കോഴിക്കോട് എന്താ ചെയ്തത്? കോഴിക്കോട് ആദ്യം സഖാവ് എളമരം കരീമിനെ വെട്ടി മൂലക്കാക്കി സൈഡാക്കി. നിങ്ങളറിയാം അദ്ദേഹത്തെ ഇപ്പോൾ കാണാറുണ്ടോ? അതിന് ചെറിയ സഹായം മോഹനമാഷ എടുത്തു. ഇപ്പോൾ മോഹനമാഷയും വെട്ടി സൈഡാക്കി. ഇപ്പം മൂപ്പരുടെ സന്തത സഹചാതി ഒരു മെഹബൂബ പാർട്ടിയുടെ സെക്രട്ടറി. പിന്നെ ആകെ ബാക്കിയുണ്ടായിരുന്നത് പ്രദീപ് കുമാറാണ്, മുൻ MLA. സംസ്ഥാന കമ്മിറ്റി ഇല്ല, ജില്ലാ കമ്മിറ്റി ഇല്ല, സ്റ്റേറ്റ് കമ്മിറ്റി ഇല്ല, ഒന്നുമില്ല. എന്നാലും കോഴിക്കോട് ജില്ലയിലെ സഖാക്കളുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള നേതാവാണ്. അയാളെ ശല്യം കൂടി നീക്കണം. നമ്മൾ ഈ കായലിൽ നിന്നൊക്കെ ചണ്ടി നീക്കുന്നുണ്ടല്ലോ വെള്ളം തെളിയാൻ. അപ്പോൾ മൂപ്പർക്കൊരു പണിയെടുത്തു, മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ ഒരു ക്ലർക്കിൻ്റെ പണിയെടുത്ത് മൂപ്പർ അങ്ങോട്ട് വിട്ടു. ഇപ്പം ഗ്രൗണ്ട് ക്ലിയറാണ് കോഴിക്കോടും കണ്ണൂരൊക്കെ. ഇനിയിപ്പോൾ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരുന്നു. മൂപ്പർ വിചാരിച്ച ആളുകൾ ഈ പറയുന്ന മരുമോനിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രൂപ്പുകളാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭാ സ്ഥാനാർത്ഥിയെ പാർട്ടിയെ പൂർണ്ണമായും കയ്യിലാക്കിയില്ലേ? അപ്പോൾ അന്ന് ആ ആളുകൾ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഇന്നത് തെളിയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ PV അൻവറിനെ തടയണം. PV അൻവറിന് പേര് കിട്ടാൻ പോകുന്ന ജനങ്ങളുടെ ഇടയിൽ സ്വാധീനിക്കുന്ന എല്ലാ പദ്ധതികൾക്കും തടസ്സം സൃഷ്ടിച്ചു. അതിലെ ഒന്നാമത്തതാണ് നിലമ്പൂർ ബൈപ്പാസ്. ആ ബൈപ്പാസ് 10-20-30 കൊല്ലമായി അങ്ങനെ കിടക്കുക. 8 കൊല്ലം ഞാൻ നിരന്തരമായി എൻ്റെ 2 PM-മാർക്ക് ഇത് മാത്രമാണ് പണിയുണ്ടായിരുന്നത്. പക്ഷേ പൈസ കിട്ടില്ല. ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും അത് പ്രഖ്യാപനം ഉണ്ടാവും. എന്നും അവിടെ കിടക്കുക.
100-500 കുടുംബങ്ങൾ നരകയാതന അനുഭവിക്കുക. ഈ 21-26 അത് തീർക്കാൻ കഴിയുമെന്ന പദ്ധതി അവിടെ നിർത്തി, പല സമരങ്ങൾ വരെ നടത്തി. അവസാനം ഇവരൊരു ആവശ്യം ഉന്നയിച്ചു. അവർക്ക് ഒന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണണമെന്നുകൊണ്ട് അവരെയും കൂട്ടിയിട്ട് തിരുവനന്തപുരത്ത് പോയി. മുഖ്യമന്ത്രിയെ കാണാൻ 50 കുടുംബങ്ങൾ തിരുവനന്തപുരത്ത് വന്നു. മുഖ്യമന്ത്രിക്ക് കണ്ടു, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ കൊടുത്തു. അന്ന് വൈകുന്നേരം നിലമ്പൂർ LC സെക്രട്ടറി ഹരിയുടെ ഫേസ്ബുക്ക് പോലെ ഒരു ഫോട്ടോ ആണ്. ആ മുഖ്യമന്ത്രിക്ക് ഇവർ കൊടുക്കുന്ന പരാതിയുടെ ഫോട്ടോ വെച്ചിട്ട് അടിക്കുറിപ്പ് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ, ഈ സാധുക്കളെ കൊണ്ടുപോയി പറ്റിച്ചത് ആരാന്ന്. പാർട്ടിയുടെ നിലമ്പൂരിലെ ലോക്കൽ സെക്രട്ടറിയാണ്. ഞാനിത് കണ്ട അന്തം വിട്ടു. അപ്പം അത് പൂർണ്ണമായിട്ടും ആ ഓപ്പറേഷൻ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മുഹമ്മദ് റിയാസിന് വേണ്ടി PV അൻവറിനെ വെട്ടാനാണ് ഈ എന്താ പറയുക, നിലമ്പൂർ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, കേരളത്തിലെ തമിഴിൽ നിന്ന് കർണാടക റോഡിനെ ഇൻ്റർലിങ്ക് ചെയ്യുന്ന ലക്ഷക്കണക്കിന് പോകുന്ന ആളുകൾ ഇന്നും ആ കഷ്ടപ്പാടിലും ദുരിതത്തിലാണ്. ആ പ്രൊജക്റ്റിൻ്റെ നടുമുറിച്ചു മുഹമ്മദ് റിയാസ്.